എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ പേരൻസ് ഒന്നും അറിയാതെ പോകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, കുഞ്ഞുങ്ങൾക്ക് ഇത് പറയാൻ പേടിയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ വീട്ടുകാർ പറയും, നീ അവിടെ കളിക്കാൻ പോയിട്ടല്ലേ, നീ ഇന്ന പോലെ നിന്നിട്ടല്ലേ, ഫ്രണ്ട്ലി ആയിട്ടല്ലേ, നിന്റെ സ്വഭാവം ശരിയല്ല, അല്ലെങ്കിൽ തല്ലുകൊള്ളുമോ എന്നുള്ള പേടി. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ണർ ആയിരുന്നു, ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ അതെൻ്റെ അച്ഛനൊരു പ്രശ്നമായേനെ, അല്ലെങ്കിൽ അച്ഛൻ്റെ സഹായിയാണ്, ഞാൻ പറയുന്നതിനേക്കാളും വില ആ പുള്ളി പറയുന്നതിനാണ് ഉണ്ടാവുക. എൻ്റെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ അച്ഛൻ്റെ അത്രയും വിശ്വസ്തനായ ഒരാളാണ്, ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ട് പോകത്തേ ഉള്ളൂ. പിന്നെ ഒരു കൂട്ടമുണ്ട്, ഇത് എന്താണെന്ന് അന്ന് മനസ്സിലാകാതിരുന്നവരുണ്ടാവും. കുറേ കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ അന്ന് ഉപദ്രവിച്ചിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഇതെന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ പ്രൈവറ്റ് ഓർഗൻസ് ആണെന്ന് അറിയില്ല, ആ ഏരിയകളിൽ ടച്ച് ചെയ്യുന്നത് ഉപദ്രവിക്കാനാണെന്ന് അറിയില്ല. ഇതൊന്നും പോരാനിട്ട് ചില സമയത്ത് ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ ഒരു കസിൻസ് എല്ലാവരും കൂടെ കളിക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും മുതിർന്ന ഒരു കസിൻ, മെയിൽ കസിൻ, സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുമല്ല, പക്ഷേ കൂടുതലും ചാൻസസ് അതായതുകൊണ്ട് ചെറിയ ഒരു 5ലോ 6ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വയറിലിക്കിളി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കൂടി വരുന്നു. ഇതൊരു തമാശയായിട്ടാണ് വരുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് ഈ കുട്ടിക്ക് മനസ്സിലാവും എന്തോ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്, അൺകംഫർട്ടബിൾ ആയിട്ടും അൺഈസി ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഡൈനാമിക്സ് ഇത്തിരി ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ അത് എന്താണെന്ന് പറയാനറിയില്ല. മറ്റേ ആൾ ചിലപ്പോൾ അത് വേറെ രീതിയിലായിരിക്കും എൻജോയ് ചെയ്യുന്നത്. അത് പറയാൻ ഈ കുഞ്ഞിനറിയില്ല. കുഞ്ഞാകെ മനസ്സിലാകുന്നത് ഇത് അൺകംഫർട്ടബിൾ ആകുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവരമോ ഫാമിലി മെമ്പേഴ്സിനില്ല. നമുക്ക് എന്താണെന്ന് മനസ്സിലായാലല്ലേ നമുക്കതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാവും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടത്. ആൻഡ് അവർ പറയുമ്പോൾ അത്